സുരഭി, ദിലീഷിനെ കുറിച്ച് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഫ്രം യുവർ ആക്ടിങ് ഡേയ്സ്, കാലടിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഇങ്ങനെ ഇക്വേഷൻ എങ്ങനെയാണ് അന്ന്, ഇന്ന് എങ്ങനെയാണ് അത് മാറിയിരിക്കുന്നത്? അല്ല, ഞാൻ ദിലീഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്, ദിലീഷ് ഏട്ടനെ തന്നെ ഞങ്ങൾ വിളിക്കലില്ല, ടുട്ടുമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ബാക്കിയുള്ളവർ പോത്തട്ടൻ എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അവിടെ ചേരാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടുത്തെ വൈസ് ചെയർപേഴ്സണാണ്. അപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ദിലീഷ് ഏട്ടന് ഒരു പേപ്പർ കിട്ടാനുണ്ട്, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാനിവിടെ വൈസ് ചെയർപേഴ്സണാണ്, തൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആണ്, എനിക്കൊരു, അപ്പം ഞാൻ അവിടുത്തെ സീനിയറാണല്ലോ, ഡിഗ്രിക്കൊക്കെ പഠിച്ചുള്ള, അല്ല എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, അത് ഇവിടുന്ന് വരാൻ എത്രയോ ഒരാഴ്ച എടുക്കും, തൻ്റെ ചേരാനുള്ള പൈസ ഉണ്ടോ, താൻ നോക്കിയിട്ടോ വിളിക്കുന്നത്, ചേരാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ അവനും വേറൊരു ജിത്തു എന്ന് പറഞ്ഞാൽ വേറൊരു പയ്യനുണ്ട്, ഞാൻ ആ 3000 താന്ന് പറഞ്ഞു, അതിങ്ങ് വാങ്ങിച്ച്. അത് ഞാൻ നോക്കി, പറഞ്ഞാൽ തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരാഴ്ചയാവും, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് 3000 രൂപ തരാം, ഇന്ന് ഞാൻ ചേരട്ടെ. എന്നിട്ട് ഞാൻ സർ, ഡാഡി സ്റ്റേറ്റ്സിൽ നിന്ന് പൈസ അയക്കാൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് ആ പൈസയ്ക്കാണ് ഞാൻ അവിടെ തിയേറ്ററിന് ചേരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള ക്യാൻറ്റീനിൽ പോയി സ്വിഗ്ഗിനും ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങളുടെ സൗഹൃദം അങ്ങ് തുടങ്ങുന്നത്. അന്ന് ദിലീഷ് ചേട്ടന് കുറേ ഭക്തി ആൽബത്തിലൊക്കെ, ലിൻസൺ കണ്ണമാലി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അദ്ദേഹമാണ് കുറേ ആൽബമൊക്കെ എടുത്തിട്ടുണ്ട്, പടമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിലെ സ്ഥിരം ഭക്തിഗാനമൊക്കെ ആകുമ്പോൾ, ശബരിമല സീസണൊക്കെ ആകുമ്പോൾ അതിലൊക്കെ അഭിനയിക്കാൻ ദിലീഷേട്ടൻ. അന്ന് സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള രൂപ, അപ്പോൾ ഭജന ഗുരുസ്വാമി ആവാനും ഒക്കെ പോത്തൻ നല്ല ആപ്റ്റാ, കുറച്ച് മാലയൊക്കെ ഇട്ടിട്ട് ഇന്ന് അപ്പം ഞങ്ങൾ ഓരോ ദിവസവും ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കുക. ഞാൻ ആ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട്, ഞാനും ജ്യോതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ 2 പെൺകുട്ടികളായിരുന്നു, ഞങ്ങൾ ഡ്രസ്സൊക്കെ, ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ അലക്കി അവർക്ക് കൊടുക്കും, കാരണം അവർക്ക് അവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എനിക്ക് എന്നെവിടെയാണ് ഇട്ടിട്ട് പോകാനുള്ള, ഇന്ന് കൊടുങ്ങല്ലൂർ അമ്മയെക്കുറിച്ചുള്ള ഭക്തിഗാനത്തിൽ അഭിനയിക്കാൻ പോകാൻ മനഃശാന്തി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട്. നല്ല രസമല്ലേ നിങ്ങൾ അന്ന് ഇതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട്, റൈഫിൾ ക്ലബ്ബിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ? അല്ല, ഞങ്ങൾ അവിടെ കുത്തമ്പലത്തിലിരുന്ന് ഞങ്ങളിങ്ങനെ പറയലുണ്ടായിരുന്നു, മഹാരാജാസിലെ പ്രതിഭകളാണ് ഞങ്ങളുടെ സാറുമാർ ഒട്ടുമിക്ക ആൾക്കാർ. എന്നാണ് ഈ കാലടിയെക്കുറിച്ചൊക്കെ നമ്മളതിൽ പറയുക? ഏതെങ്കിലും അന്ന് കുഞ്ഞു യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ 25 വർഷമൊക്കെ പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പം എന്നായിരിക്കും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സംഭാവന ഈ ഇതിന് കൊടുക്കണമല്ലോ, യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം, അത്ര ഉത്തരവാദിത്തപ്പെട്ട കലാകാരന്മാരാവുക എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഒരേ വർഷം നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റായിരുന്നു.